നിങ്ങൾ ഒരിക്കലെങ്കിലും ഉറക്കമുണർന്നിട്ട് അനങ്ങാൻ കഴിയാതെ കിടന്നിട്ടുണ്ടോ? നെഞ്ചിലൊരു ഭാരമുള്ള എന്തോ ഇരിക്കുന്ന പോലെ, ശരീരം തളർന്നുപോയ അവസ്ഥ. നിങ്ങൾ ഒച്ച വയ്ക്കാൻ ശ്രമിക്കും, ഒരു ശബ്ദവും പുറത്തു വരില്ല. അനങ്ങാൻ ശ്രമിക്കും, പറ്റില്ല. പണ്ടുള്ളവർ ഇതിന് ദുർഭൂത സന്ദർശനം അല്ലെങ്കിൽ മന്ത്രവാദിനിയുടെ ശാപം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് മറ്റൊന്നാണ്: സ്ലീപ്പ് പാരാലിസിസ്. ഇത് സ്വപ്നം കാണുന്നതിനും ഉണരുന്നതിനും ഇടയിൽ സംഭവിക്കുന്ന ഒരു ബയോളജിക്കൽ ഗ്ലിച്ചാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. N1, N2, N3, അവസാനം REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൊമെൻറ്റ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. REM സ്ലീപ്പിൽ നമ്മുടെ തലച്ചോറ് മിക്കവാറും എല്ലാ പേശികളെയും ചലനം നിർത്തിവെക്കും. ഇതിനെ അറ്റോണിയ എന്ന് പറയും. നമ്മൾ സ്വപ്നത്തിനനുസരിച്ച് കൈയും കാലും അടിക്കാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനമാണിത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ടൈമിംഗ് തെറ്റിപ്പോകുന്നു. തലച്ചോറ് ഉണരും, ശരീരം ഉണരില്ല. അതുകൊണ്ട് തളർന്നുപോയ ഒരു ശരീരത്തിൽ നിങ്ങൾ ബോധവാന്മാരായിരിക്കും. തലച്ചോറ് ഇവിടെ പകുതി സ്വപ്നാവസ്ഥയിലായതിനാൽ സ്വപ്നത്തിൽ കാണുന്ന രൂപങ്ങളെ റൂമിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആളുകൾ നിഴലൂപുകളെയും ഭീകര രൂപങ്ങളെയും കാണുന്നത്, നെഞ്ചിലെന്തോ അമർന്നതായി തോന്നുന്നത്. ഇത് പ്രേതമൊന്നുമല്ല, നിങ്ങളുടെ തലച്ചോറിലെ REM ലോകം റിയാലിറ്റിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കുമ്പോൾ, ഉറക്കമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ മലർന്നു കിടന്നുറങ്ങുമ്പോൾ ഒക്കെയാണ് ഇത് വരാനുള്ള സാധ്യത. ഉറക്കത്തിൻ്റെ ക്രമം തെറ്റുമ്പോൾ REM സ്ലീപ്പിൻ്റെയും ഉണരുന്നതിൻ്റെയും ടൈം തലച്ചോറിന് മനസ്സിലാകാതെ വരും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ബോധം ശരീരത്തിൻ്റെ ക്ഷീണം തീരുന്നതിന് മുൻപേ ഓണാകുന്നു. ഇത് എപ്പോഴെങ്കിലും സംഭവിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൈവിരലോ കാൽവിരലോ പോലെയുള്ള ചെറിയൊരു പേശികൾ ചലിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മരവിപ്പ് മാറും. ഇനി ഇത് വരാതിരിക്കാൻ നന്നായി ഉറങ്ങുക, ഒരു സ്ഥിരമായ ഉറക്ക സമയം പാലിക്കുക. കൂടാതെ ഈ അവസ്ഥ വരുന്നവർ മലർന്നു കിടക്കുന്നത് ഒഴിവാക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾ പേടിച്ച് മരവിച്ചുണരുമ്പോൾ ഓർക്കുക, അതൊരു അമാനുഷിക ശക്തിയും നിങ്ങളെ നോക്കി നിൽക്കുന്നതല്ല. ഇത് സ്വപ്നത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിപ്പോയ നിങ്ങളുടെ തലച്ചോറാണ്.